ഇത് ആ മുല്ലപ്പെരിയാർ ഡാമിലെ തൊഴിലാളികൾ പാരമ്പര്യമായിട്ട് അവരുടെ അനന്തരാവകാശികളൊക്കെ ഇങ്ങനെ അടുത്ത തലമുറ ഇങ്ങനെ പറഞ്ഞു വരുന്ന ഒരു കഥയാണ്. അത് കഥയായിട്ട് എടുത്താൽ മതി, ചിലപ്പോൾ സത്യം ഉണ്ടാകാം കേട്ടോ. അപ്പം ഡാം ഉറക്കണമെങ്കിൽ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയെ കുരുതി കൊടുക്കണം. പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ പെനിക്കുക്കിന്റെ ഭാര്യ ആയിരുന്നു. ബ്രിട്ടീഷുകാരുടെ അന്നത്തെ കാലത്ത് അറിയാലോ, ഇഷ്ടം പോലെ ഭാര്യമാരും ഒരു ഭാര്യ പോയാലൊന്നും ഒന്നുമല്ല. മനസ്സിലായോ? ഇവിടെയുള്ള ആ ഫോറസ്റ്റിലുള്ള ആദിവാസികളെ മുഴുവനും ഭാര്യമാരാക്കി നടന്ന അതും ഒരു എയിമായിരുന്നു ബ്രിട്ടീഷുകാരുടെ. ഡാം കൺസ്ട്രക്ഷന്റെ പിന്നിലുണ്ടായിരുന്ന ഒരു എയിം അതായിരുന്നു, ഈ ജനങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക. അപ്പം ഈ പണിതുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് പെനിക്കുക്ക് ഭാര്യയായിട്ട് പോയി, ഭാര്യയെ എൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടു എന്നൊരു കഥയുണ്ട്. എന്നിട്ട് പോകുന്ന വഴിക്ക് ഈ ഒരു കുറ്റിയിൽ ഇവരുടെ കണ്ണ് തറച്ചു. എൻ്റെ കണ്ണേന്ന് പറഞ്ഞിട്ട് താഴെ വീണു. ആ വീണ സ്ഥലത്തുനിന്ന് ഒരു നീർച്ചാല് ഈ ഡാമിന്റെ അടിയിൽ കൂടെ ഇപ്പോഴും ഉണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത്. അവിടെ ഇപ്പം മൊത്തം ഇങ്ങനെ വെള്ളം ഒഴുകി വന്ന് ഒരു കലുങ്ക് പോലെ കൺസ്ട്രക്ട് ചെയ്തിട്ട് രണ്ട് സൈഡിലേക്കും വിടാണ്. അവിടെ ചതുപ്പ് മൂടി കിടക്കണേ കൊണ്ട് ഇതൊന്നും കൃത്യമായിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു കഥയുണ്ട്. അങ്ങനെയാണ് ഡാം ഉറച്ചതെന്നാ പറയുന്നത്. പിന്നീട് ഡാം കൺസ്ട്രക്ഷൻ പൂർത്തിയായി. പിന്നെ പെനിക്കുക്ക് ബ്രിട്ടനിൽ പോയി അയാളുടെ സ്വത്തൊക്കെ വിറ്റ്, വേറും സംബന്ധം ഇതൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്കുക. അയാളുടെ സ്വത്ത് വിറ്റ്. അയാൾ ഒരു ബ്രിട്ടീഷ് ആർമിയിലെ ഒരു കേണലായിരുന്നു. അയാൾക്ക് എന്നാ ശമ്പളം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ. ഇന്ന് ഒരു ബ്രിട്ടീഷ് ആർമിയിലെ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റാറ്റസ് ഉള്ള ഒരു കേണലിന് എന്നാ കിട്ടും? അതേ അയാൾക്കുള്ളൂ, അന്നത്തെ ലെവലിൽ അതേ ഉള്ളൂ. അത് വെച്ചൊന്നും ഒരു ഡാം പണിയാൻ പറ്റില്ല. പിന്നെ അയാൾക്ക് അവിടെ സ്വത്ത്, അത്ര വലിയ സ്വത്താണെങ്കിൽ അയാൾ ഹൗസ് ഓഫ് ലോർഡ്സിലെ മെമ്പർ ആയിരിക്കൂലേ?